ഹലോ, ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിച്ചു നീട്ടണില്ല, ഹൈപ്പിനെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പം എന്താണ് ഹൈപ്പ് എന്നുള്ളത് ആദ്യം പറയാം. ഞാനും കുറേ വീഡിയോ കണ്ടു, ഹൈപ്പ് എല്ലായിടത്തും ഹൈപ്പ് കണ്ടു. അപ്പോൾ ഹൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സ് നമുക്ക് നമ്മുടെ വീഡിയോനെ ഒന്ന് ഹൈപ്പിലേക്ക് എത്തിക്കുക. നമ്മൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എന്നൊക്കെ പറഞ്ഞ പോലെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടും ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഹൈപ്പ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സ്, ലോങ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൻ്റെ അപ്പുറത്തൊന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് വരും കേട്ടോ. അപ്പം ഞാനിങ്ങനെ പല ലോങ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ ഇങ്ങനെ തട്ടുമ്പോഴൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ചീശ്വര ഇതെന്തേ സാധനം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഹൈപ്പ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ, എല്ലാവർക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 500+ ഫോളോവേഴ്സ് വേണം. 5 ലക്ഷത്തിന് താഴെ ആയിരിക്കണം ഫോളോവേഴ്സ്. അതായത് യൂട്യൂബ് ചെറിയ ക്രിയേറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാണ് ഹൈപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്പം നമ്മളിനി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലോങ് വീഡിയോ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ലോങ് വീഡിയോയിലേക്കാണ് നമുക്ക് ഹൈപ്പ് വരിക. പിന്നെ ഈ ലോങ് വീഡിയോയിൽ നമ്മളിങ്ങനെ പറയില്ലേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണമെന്നും കൂടി ഒന്ന് പറയാം. അപ്പോൾ അത് ഹൈപ്പിലേക്ക് പോകും. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ രാജ്യത്തും ഹൈപ്പ് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു 100 ലിസ്റ്റൊക്കെ എടുക്കും. ഹൈപ്പിൽ 100 ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ വീഡിയോ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് സബ് കൂടാനും വ്യൂസ് കൂടാനൊക്കെ നമ്മുടെ ചാനൽ വളർത്താൻ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഹൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സൂപ്പർ താങ്ക്സ് ഒക്കെ കൊടുക്കില്ലേ, അതിൻ്റെയൊക്കെ പോലെയുള്ള വേറൊരു സംഭവമാണ് ഹൈപ്പ് കേട്ടോ. അതാണ് ഹൈപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഈ ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഹൈപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ചിലർക്ക് ഇങ്ങനെ വരും, ഓപ്ഷൻ വരും. അതിലിങ്ങനെ ന്യൂ ഫീച്ചേഴ്സ് അൺലോക്ക്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതൊക്കെ ആയിരിക്കും ഹൈപ്പ് വരുന്നത്. ഇനിയിപ്പോൾ ഹൈപ്പ് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക, ഡെസ്ക്ടോപ്പിൽ പോയിട്ട്. അപ്പോൾ അതിൽ ഏൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബീറ്റാന്നോ ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് എനേബിൾ ചെയ്തിടാൻ പറ്റുകയാണെങ്കിൽ ചെയ്തിടാം. അങ്ങനെയാണ് ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ടാണ് വരിക ഹൈപ്പ് കേട്ടോ. അത് ഹൈപ്പ് ഇപ്പോൾ വന്നിട്ട് കുറേ പേർക്കൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ എനിക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ നോക്കുമ്പോൾ 500+ സബ് ഉണ്ട്. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സ് എലിജിബിലിറ്റി ഒക്കെ കറക്റ്റ് തന്നെയാണ്. പിന്നെ 5 ലക്ഷത്തിന് താഴെയാണ് സബ് ഉള്ളത്. പിന്നെ എന്താ പറയുക, പിന്നെ 3 വീഡിയോ 90 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ 7 ദിവസം കാണിക്കുള്ളൂ കേട്ടോ. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 7 ദിവസമാണ് ഹൈപ്പിൻ്റെ സമയമുള്ളത്. 7 ദിവസം കഴിഞ്ഞാൽ കഴിയും. അതായത് ഒരാഴ്ചയുള്ളൂ നമ്മൾ ഹൈപ്പ് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഹൈപ്പ് കിട്ടാനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പറയുന്ന പോലെ ഹൈപ്പ് എന്നും കൂടി പറയാം. അപ്പോൾ ഹൈപ്പ് കിടക്കുന്നത് കമൻറ്റ് ബോക്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് വരും. ഒരു സ്റ്റാറിന് ഇങ്ങനെ ആയിട്ടുള്ള ഒരു ചിഹ്നമാണ് ഹൈപ്പിൻ്റെ ചിഹ്നം ഉള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈപ്പിലേക്ക് പോകും. അപ്പോൾ ഹൈപ്പ് റാങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഹൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പ് വന്നവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുക. നല്ലൊരു ഓപ്ഷനാണ്. ചെറിയ ക്രിയേറ്റേഴ്സിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഹൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഹൈപ്പ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ, അതായത് ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഹൈപ്പ് വരുമ്പോൾ എന്നെ ഹൈപ്പ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.